ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ടാണ് കിടക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയെക്കുറിച്ചാണ്. അപ്പം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണെന്നറിയാമോ? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? C. അച്യുതമേനോനായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? C. അച്യുതമേനോനായിരുന്നു. C. അച്യുതമേനോൻ. അദ്ദേഹം പിന്നീട് കേരള മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, അത് വേറെ കാര്യം. C. അച്യുതമേനോനായിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ആര്? TV തോമസ്. കേരളത്തിലെ ആദ്യത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു TV തോമസ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, കേരളത്തിലെ ആദ്യത്തെ വനം വകുപ്പ് മന്ത്രി. കേരളത്തിലെ ആദ്യത്തെ വനം വകുപ്പ് മന്ത്രി ആരായിരുന്നു? KC ജോർജ്. കേരളത്തിലെ ആദ്യത്തെ വനം വകുപ്പ് മന്ത്രിയായിരുന്നു KC ജോർജ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ്? KP ഗോപാലൻ. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് KP ഗോപാലൻ. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. കേരളത്തിലെ ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരായിരുന്നു? TA മജീദ്. കേരളത്തിലെ ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരായിരുന്നു? TA മജീദ് ആയിരുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? PK ചാത്തൻ മാസ്റ്റർ. കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു PK ചാത്തൻ മാസ്റ്റർ. കേരളത്തിലെ ആദ്യത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരായിരുന്നു? KR ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു KR ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുത വകുപ്പ് മന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്നു VR കൃഷ്ണയ്യർ. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്നു VR കൃഷ്ണയ്യർ. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? AR മേനോൻ. ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു AR മേനോൻ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു ആര്? PT ചാക്കോ. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു ആര്? PT ചാക്കോ. അതുപോലെ തന്നെ കേരള നിയമസഭയെ കുറിച്ച് പറയുക. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957 ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലാണ് പിന്നീട് വിമോചന സമരത്തിലേക്ക് നയിച്ചത് കേട്ടോ. വിമോചന സമരത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലായിരുന്നു. അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. നമ്മൾ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഞാനിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും പ്രയോജനപ്പെടുന്നതാണ്. മത്സര പരീക്ഷകൾ എഴുതുന്ന ഏത് സ്റ്റുഡൻസിനും ഈ ക്വസ്റ്റ്യൻസ് ഉപകാരപ്രദമാണ്. വീഡിയോ കാണുന്നവരൊക്കെ കാണുക. നിർബന്ധിക്കുകയൊന്നുമില്ല. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ കാണുക. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ കേട്ടോ. കൂടുതൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. തൽക്കാലം പുറത്തുമാണ്. അപ്പം നാളെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ദിവസം ഒരു വീഡിയോ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും ഒരു വീഡിയോ വെച്ച് ദിവസം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും കാണുക.